ഇന്ന് ഉച്ചക്കിലേക്ക് എന്താ അറിയോ, മുട്ടപ്പുളി ഉണ്ടാക്കാൻ പോകുക കേട്ടോ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, കടുക് വറുക്കാനുള്ള ചെറിയ ഉള്ളി ഒക്കെ ഇട്ടോളൂ. അപ്പോൾ കടുക് വറുക്ക ശരിയാക്കട്ടെ. എന്നിട്ട് കടുകിടുക. മുട്ടപ്പുളി ഉണ്ടാക്കാമെന്ന് കുറച്ചായി വിചാരിക്കുന്നു. ഇപ്പോൾ കഴിക്കണമെന്ന് തോന്നുമ്പോഴേ ഉണ്ടാക്കുള്ളൂ. അങ്ങനെ കടുക് വറുക്കട്ടെ. ആദ്യം കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടട്ടെ, എന്നിട്ട് വേണം ഉള്ളിയിടാൻ. അങ്ങനെ മുട്ടപ്പുളി ഉണ്ടാക്കാൻ പോവാണ്. അതിന് മുമ്പ് ഞാൻ മുട്ട വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓംലേറ്റ് പോലെ. ഓംലേറ്റ് മുട്ടപ്പുളി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. മുട്ടപ്പുളി 2-3 തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഓംലേറ്റ് ആക്കിയിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. 2-3 തരത്തിൽ ഉണ്ടാക്കാനൊക്കെ പറ്റും. ഒന്നത് ചൂടാവട്ടെ, മുളക് പൊടി, മല്ലിപ്പൊടി, എന്നാലും ആ മണം വരുള്ളൂ മുട്ടപ്പുളിയുടെ. എന്നിട്ട് പുളിവെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ മുട്ടപ്പുളിക്കുള്ള സാധനങ്ങൾ പാകായി. ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം തേങ്ങയൊക്കെ ഇടാം. തേങ്ങയൊക്കെ അരച്ച് വെച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടോ, അപ്പോൾ നമ്മൾ ശരിയാക്കി വെച്ചിട്ടാണ് പുളി ഉണ്ടാക്കാൻ നിൽക്കുന്നത്. മുട്ടപ്പുളി നല്ലതാണ് കേട്ടോ, മീൻ പുളി പോലെയൊക്കെ ഇരിക്കും. മുട്ടപ്പുളിയെന്നേ ഉള്ളൂ, പക്ഷെ നന്നായിരിക്കും. ഇങ്ങനെ വറുത്തിട്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കി പുളി വെച്ചാൽ നന്നായിരിക്കും. പിന്നെ വേറെ ഒരു തരം പുളി വയ്ക്കലുണ്ട്, പച്ചയിൽ. അതും നന്നായിരിക്കും. അങ്ങനെ ഒരു ദിവസം വയ്ക്കണം. പിന്നെ പുഴുങ്ങിയിട്ടും പുളി വയ്ക്കും കേട്ടോ. അതൊരു 3 തരത്തിൽ മുട്ടപ്പുളി വയ്ക്കും. തിളച്ച് വരാൻ സമയമാവണം. തേങ്ങ അരയ്ക്കുമ്പോഴേ അതിലേക്ക് കുറച്ച് ജീരകം ഇടണം കേട്ടോ. 2-3 ചെറിയ ഉള്ളി ഇടണം. വേണമെങ്കിൽ 2 കുരുമുളക് ഇട്ടാലേ നല്ല രസമുണ്ടാവും മുട്ടപ്പുളി. ഞാനതിട്ട് അരച്ചു, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടിട്ട്. എന്നാലാണ് മുട്ടപ്പുളീൻ്റെ ഒരു മണവും അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും വരുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് മുട്ടപ്പുളിയൊക്കെ. മുട്ടപ്പുളി, മീൻ പുളിയൊക്കെ നന്നായിട്ടിരിക്കുമല്ലോ വെച്ചാലേ. തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തിളയ്ക്കുന്നുണ്ട്. ഒന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട്. ഭക്ഷണം ഉണ്ടാക്കാൻ ഒക്കെ നല്ലൊരു കാര്യമല്ല അല്ലേ? ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക. നമ്മൾക്കൊക്കെ മനുഷ്യന്മാർക്ക് അതല്ല ഏറ്റവും നല്ല കാര്യം, ഭക്ഷണം ഉണ്ടാക്കൽ, കഴിക്കൽ. അതന്നെ ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ ഒരു ഭാഗ്യമാണ് ഭക്ഷണം ഉണ്ടാക്കാൻ. നമ്മൾ ഇതിനൊക്കെയല്ലേ കഷ്ടപ്പെടുന്നു. ശരിയായിട്ടോ, ഇതൊന്ന് സെറ്റായിട്ടോ. തിളച്ചിട്ട് സെറ്റായിട്ടോ. ഇനി എന്താ പറയുക ചെയ്യുന്നത്, ഇനി ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് മുട്ട കേട്ടോ.
മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി ഞാൻ കഷ്ണമാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, കഷ്ണം ഉണ്ടാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലിട്ട് കേട്ടോ. ഒന്ന് ശരിയാവട്ടെ. നിങ്ങൾക്കേ ഇത് കാണുന്നവർക്കേ ഇഷ്ടമായാൽ കമൻ്റ് ഇടണേ, സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. ഇനി ഇതിലെന്താ ചെയ്യണേ? തിളച്ചു. ഇനി തേങ്ങ എടുത്തേ. മുട്ടപ്പുളിയിൽ തേങ്ങ ഒഴിച്ചു. നമ്മുടെ മുട്ടപ്പുളി ഒന്നങ്ങോട്ട് തിളയ്ക്കട്ടെ. എല്ലാവരും കാണുമെന്ന് വിചാരിക്കണു, സബ്സ്ക്രൈബ് ചെയ്യും വിചാരിക്കണു. മുട്ടപ്പുളി റെഡി ആയിട്ടോ. തേങ്ങ ഒന്നും കൂടി തിളച്ചാലേ ഓഫാക്കാം. ശരി, എന്നാൽ പിന്നെ എല്ലാവരോടും ശരി.